നല്ല തിരുത കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 കിലോയുടെ തിരുത നല്ല ചെറിയ ഉള്ളിയിലും തേങ്ങാപ്പാലിലും എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ തിരുത ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 10 അല്ലി ചുമന്നുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. എന്താ വെച്ചാൽ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ അരപ്പിന്. പിന്നെ ആ അരപ്പിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് അരപ്പിനെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അരപ്പ് എടുത്തിട്ടിട്ട് ആ മീൻ കഷ്ണത്തിൽ മുഴുവൻ പുരട്ടി വെക്കണം. ആ വിടവിലും എല്ലാം പുരട്ടി ഒരു 30 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. എന്നാലേ ആ മസാലയൊക്കെ മീനിൽ ഫുൾ പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് കറി ലീവ്സും പിന്നെ വേറെ എക്സ്ട്രാ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ മീൻ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ചെറിയ ഉള്ളിയുടെ ബെഡിൽ കിടന്ന് അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ആ ചെറിയ ഉള്ളിയുടെ സ്വാദ് ആ മീൻ കഷ്ണത്തിൽ ഒത്തിരി പിടിക്കും. അപ്പോൾ ഫുൾ കുക്കായിട്ടില്ല, എന്നാലും 2 സൈഡും മുരിയുന്നവരെ നമുക്കൊരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞു. ഞാൻ തിരിച്ചിട്ട് നോക്കിയപ്പോൾ കണ്ടു എന്താ നല്ല കളർന്ന് നോക്ക്, ആ ചെറിയ ഉള്ളിയും അതിനകത്തൊക്കെ പിടിച്ചിരിപ്പുണ്ട്. എന്നിട്ട് ആ മീനിനെ നമ്മൾ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെയും ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ഒരു ബ്രൗൺ നിറം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ അടുപ്പത്തുനിന്ന് മാറ്റി നമുക്കത് സെർവ് ചെയ്ത് വെക്കണം. പിന്നെയാണത് യൂസ് ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിലോട്ട് ആ വറുത്ത ചുവന്നുള്ളിയും മാറ്റി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ മീനിലൊക്കെ പുരട്ടി വെച്ചിരുന്നതിൻ്റെ നമ്മൾ കുറച്ചേ മീനിൽ പുരട്ടി വെച്ചുള്ളൂ. ആ ബാക്കി പേസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം, മുരിഞ്ഞ് വരണം. നല്ല മീഡിയം തീയിൽ വേണം അതിനെ മുരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നാളികേരത്തിൻ്റെ പാല്, നല്ല 2ാം പാല് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ നമ്മൾ ചെറിയ ഉള്ളിയിൽ വറുത്തെടുത്ത മീൻ കഷ്ണങ്ങളിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലുണ്ട്. അതിന് വറ്റി വരണം. വറ്റി ആ മീനിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ അരപ്പാവണം. അത്രയും നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ആ തേങ്ങാപ്പാലിൽ ഒരു തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. 2ാം പാൽ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ തലപ്പാലാകുമ്പോൾ നമുക്കിട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2ാം പാൽ യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്രേവിയിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മീൻ കഷ്ണങ്ങൾ എടുത്ത് ഫുൾ മീൻ മാറ്റി വെക്കുക. നമ്മൾ വറുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ആ ഗ്രേവിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ ടേസ്റ്റാണെന്നറിയാമോ ഈ ഗ്രേവിക്ക്? നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയിൽ ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഫിഷിൻ്റെ മുകളിലിട്ട് സെർവ് ചെയ്ത് കൊടുക്കണം. ആ ഫിഷും ആ മസാലയും കൂട്ടി കഴിച്ചാൽ അപ്പത്തിനും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയ ഡിഷാണ്. അപ്പം ഇതൊരു മസ്റ്റ് ട്രൈ ഫിഷാണ് കുഞ്ഞുള്ളി റോസ്റ്റ്. അപ്പോൾ ഏത് ഫിഷ് വേണമെങ്കിലും ഇത് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലിസാസ് ഫ്ലേവേഴ്സ്. ഓക്കെ.